ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ചരക്ക് സേവന നികുതിയിലെ 12-28 സ്ലാബുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിഷ്കരണം നിലവിൽ വന്നത് 2025 സെപ്റ്റംബർ 22-ന്. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത് രാജ്ദീപ് സർദേശായി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ BCCI പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം മുഖ്യമന്ത്രി എന്നോടൊപ്പം. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലെ ജോനാഗിരിയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിക്കുക? മൊറോക്കോ. ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ ഇതിഹാസമായ MiG-21 യുദ്ധവിമാനം ഔദ്യോഗികമായി പിൻവലിക്കുന്നത് എന്ന്? 2025 സെപ്റ്റംബർ 26-ന്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് എന്നാണ്? 2025 സെപ്റ്റംബർ 23-ന്.